മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി പീരുമേട്ടിൽ പുലിയിറങ്ങി. ലാൻഡ്രം തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവിനെ പുലി കൊന്നു. പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. സന്ദീപ് രാജാക്കാട്. സന്ദീപ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി രണ്ട് കാട്ടാനകളുടെ കാര്യവും ഒരു പുലിയുടെ കാര്യവുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണിത്. പക്ഷേ കാട്ടാനകളുടെയും പുലികളുടെയും വന്യമൃഗങ്ങളുടെയും കാര്യം മാത്രമേ കഴിഞ്ഞ ഒരു മണിക്കൂറായി എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്താണ് ഇടുക്കിയിലെ സ്ഥിതി? നികേഷ് കുമാർ, ഇടുക്കി ജില്ലയിലും സമാനമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ഈ മലയോര മേഖലയിലെല്ലാം തന്നെ വന്യജീവി ശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. കാട്ടാനയും കാട്ടുപന്നിയും കാട്ടുപോത്തും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് പുലി കൂടി ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. പീരുമേട് ലാൻഡ്രം എസ്റ്റേറ്റിന്റെ ഭാഗത്തായിരുന്നു പുലി ഇറങ്ങിയത്. പുലി ഇറങ്ങുക മാത്രമായിരുന്നില്ല, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പശുക്കിടാവിനെ കടിച്ച് കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. തോട്ടം തൊഴിലാളികളാണ് ഈ പശുക്കിടാവിനെ ഇത്തരത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വനംവകുപ്പ് വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. അവിടെ നിന്ന് കണ്ടെത്തിയ കാൽപ്പാടുകളും ഒപ്പം തന്നെ ഈ പശുവിനെ ആക്രമിച്ച രീതികളും എല്ലാം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതൊരു പുലിയാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ നിരീക്ഷണം ശക്തമാക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഇപ്പോൾ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ മേഖലയിൽ ഈ ലോണ്ടറി ഭാഗത്ത് ആദ്യമായിട്ടാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ മറ്റു പല മേഖലകളിലും പീരുമേടിന്റെ വിവിധ മേഖലകളിൽ പുലിയുടെ സാന്നിധ്യം മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വനംവകുപ്പ് ഇപ്പോൾ ക്യാമറ സ്ഥാപിച്ചിരിക്കുകയാണ്. പുലിയാണ് എന്ന് വ്യക്തത വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുവെക്കുന്നത് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും. എന്തായിരുന്നാലും ജനങ്ങളോട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എന്നാൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന ഒരു നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ആളുകളും അത്ര കണ്ട് തന്നെ നിരവധിയായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഒപ്പം തന്നെ ഈ പശുവിനെ കൊന്നു ഭക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികൾ സഞ്ചരിക്കുന്ന പാതയുടെ ഒരു ഭാഗമായ പ്രദേശത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്ക ഇവരിൽ ഉണ്ടായിരിക്കുന്നത്. മുമ്പ് നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വേനൽ കടുത്തതോടുകൂടി തന്നെ അതിശക്തമായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ മലയോര മേഖലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ജനവാസ മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് ടൗണുകളിലേക്ക് പോലും കാട്ടുപോത്തും കാട്ടുപന്നിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പ്രതിരോധ നടപടികളൊക്കെ വേഗത്തിലാക്കും എന്ന് പറയുമ്പോൾ പോലും അതിനൊക്കെ പരിമിതികൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും വനയോര മേഖലകളിലും മലയോരത്തും താമസിക്കുന്ന ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഇത്തരത്തിൽ പുലിയും കാട്ടുപോത്തും കാട്ടുപന്നിയും അടക്കമുള്ള കാട്ടാനയും അടക്കമുള്ള വന്യമൃഗങ്ങൾ നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മുമ്പ് കണ്ണമ്പടി അടക്കമുള്ള ആദിവാസി മേഖലകളിലേക്ക് ജനവാസ മേഖലയിൽ തന്നെ കാട്ടാനകൾ സ്ഥിരമായി തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ അല്പമെങ്കിലും കാട്ടാന നിരീക്ഷണം ശക്തമായി നടക്കുന്നത് ചിന്നക്കനാലിൽ ഒരു പുതിയ RRT സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ആ മേഖലയിലാണ്. രാത്രി പകൽ വ്യത്യാസമില്ലാതെ അവിടെയും കാട്ടാന നിരീക്ഷണം നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കൃത്യമായ അറിയിപ്പ് നൽകുന്നുണ്ട്. സമാനമായ രീതിയിൽ മറ്റ് മേഖലകളിലേക്കും ഇത്തരം നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം മലയോരത്ത് ഉയരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ജനങ്ങളുടെ ആശങ്കയാകുന്നില്ല പുലി